ഞാൻ കയ്യിൽ ഒരു പുസ്തകം കരുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വിചാരധാര എന്നാണ്. അതിലെ 11-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രു ആരാണ് എന്നതിനെ പറ്റിയാണ്. അത് പറയുന്നുണ്ട്, ശത്രുവിന്റെ പേര് മുസ്ലിമുകൾ എന്നാണ്. രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രു. ശത്രു ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ കേട്ടുകൊള്ളുക. അധ്യായം 12 പറയുന്നത് രാഷ്ട്രത്തിന്റെ രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനികളാണെന്നാണ്. ഇതേ പുസ്തകം പറയുകയാണ് രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ ആഭ്യന്തര ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ്. അങ്ങനെ ഒന്നുണ്ട് നാട്ടിൽ. വിചാരധാരയാണ്. ഈ വിചാരധാര ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ വലിയ കേന്ദ്രങ്ങളെ നയിക്കുന്ന വിചാരധാരയാണ്. അത്തരക്കാർ വെള്ളം കലക്കാൻ വന്നാൽ, അത്തരക്കാർ വെള്ളം കലക്കി മീൻ പിടിക്കാൻ വന്നാൽ ആ തന്ത്രത്തിന്റെ കെണിയിൽ തലവെച്ചു കൊടുക്കാതിരിക്കുന്ന രാഷ്ട്രീയ ജാഗ്രതയും സാമൂഹ്യ ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് ഇവിടെ വെച്ച് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നതെങ്കിലും ഒരുപാട് സംസാരിക്കാനിരിക്കെ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. മനുഷ്യന്റെ അവകാശങ്ങളെപ്പറ്റി ചിന്തിച്ച ആദ്യത്തെ പോരാളി ഞാൻ പറയും യേശുക്രിസ്തുവാണെന്ന് പറയും. 2000 കൊല്ലം മുമ്പ് നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും പോരാടി ആ പോരാടി, നിങ്ങൾ എന്റെ പിതാവിന്റെ ആലയത്തെ അശുദ്ധമാക്കുന്നു, ഞാൻ നിങ്ങളെ ചാട്ടവാളാൽ അടിച്ച് പുറത്താക്കാൻ വന്നുവെന്ന് പറഞ്ഞ ആ നീതിമാൻ, ആ സ്വരം നമുക്കിങ്ങനെ മറക്കാൻ കഴിയും. ആകാശത്തിലെ കുരുവികളെ നോക്കി അദ്ദേഹം പറഞ്ഞതും നാം മറക്കുന്നില്ല. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂമ്പാരം കൂട്ടിവെക്കുന്നില്ല എന്ന് പറഞ്ഞ ദർശനത്തിന്റെ സമത്വബോധവും നാം ഓർക്കുന്നു. അത് അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ കാലത്തെ ആഹ്വാനമാണെന്ന് വിളിക്കുന്നവരാണ് ഇവിടെ കൂടിയ മഹാഭൂരിപക്ഷ പേരുമെന്നും എനിക്കറിയാം. വിശ്വാസപരമായി ഞാൻ ഭൗതികവാദിയാണ്. പക്ഷെ ഭൗതികവാദിയും ആത്മീയവാദിയും തമ്മിൽ ഒന്നിച്ചു പോകേണ്ട ഘട്ടമാണ് ഈ ഘട്ടമെന്ന് നല്ലവണ്ണം എനിക്കറിയാം. ഒന്നിച്ചു പോക്കിന്റെ ആവശ്യകത വളരെ കൂടുതലാണെന്ന് ഓരോ ദിവസങ്ങളും സംഭവങ്ങളും നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ഇന്നത്തെ ലോകത്തെ ഏറ്റവും മുഖ്യ പ്രശ്നമായ മനുഷ്യനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവന്റെ വ്യഥകളെ അകറ്റുവാൻ വേണ്ടി, അവന്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടി കൈകോട്ട് പിടിക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ.